നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾസ് ഷോപ്പ് തുടങ്ങിയ വാർത്ത. നല്ല ക്വാളിറ്റിയുള്ള, വാറന്റിയുള്ള, ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ. ഡോക്ടർ ടൂൾസ്, പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ളത് പൊക്കിൾക്കൊടി ബന്ധമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തോന്നൂർക്കരയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ചേലക്കര നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നേതാവ് യാത്ര നയിച്ച ശ്രീ VD സതീശൻ ചേലക്കരയിലെ വേദിയിൽ വെച്ച് അദ്ദേഹം ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു. കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരാൻ പോവുകയാണ്. നമ്മൾ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരും. അങ്ങനെ 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ചേലക്കരയിൽ നിന്ന് നിങ്ങൾ ഒരു MLA UDFന് ജയിപ്പിച്ച് തരുമോ? അത് നിങ്ങൾ എല്ലാവരും കൈയടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്തവണ 100 സീറ്റുകൾ ഐക്യജനാധിപത്യ മുന്നണി നേടുമ്പോൾ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് അനുകൂലമായി കൈപൊക്കാൻ ചേലക്കരയിൽ നിന്ന് ഞങ്ങൾ UDFന്റെ MLA വിജയിപ്പിക്കും എന്ന് പറഞ്ഞു. ആ വാഗ്ദാനം നിങ്ങൾ നിറവേറ്റുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും UDFന് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയാണ് രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ളത് പൊക്കിൾക്കൊടി ബന്ധമാണെന്ന് അദ്ദേഹം വേദിയിൽ പ്രസ്താവിച്ചു. തോന്നൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PM അമീർ അധ്യക്ഷത വഹിച്ചു. അത് തന്നെയാണ് ശരിയെന്ന് ബഹുമാനനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ അവരൊരു കാര്യം പറഞ്ഞത്, നമുക്ക് ജയിക്കണം, ജയിക്കാനായി നമ്മുടെ സഹോദരങ്ങളെ പിണക്കാതെ നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും സംസ്ഥാന മുസ്ലിം ലീഗിന്റെ എല്ലാവിധ പിന്തുണയുമുണ്ട് എന്നറിയിച്ചപ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. എല്ലാവരുടെയും മനക്കോട്ടകൾ 24 മണിക്കൂറാണ് നമ്മുടെ എതിരാളികളുടെ മനക്കോട്ടകൾ നിലനിന്നുള്ളൂ. ആ കാര്യം എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ വൈകിയാണ് ഒരുപക്ഷെ ഈ നിയോജകമണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഇറങ്ങിയത്. 2 ദിവസം കൊണ്ട് തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയും മറ്റും കാര്യങ്ങളൊക്കെ ഇറങ്ങി വളരെ 48 മണിക്കൂറിനുള്ളിൽ UDFന്റെ മുഴുവൻ നേതാക്കളും വളരെ സിസ്റ്റമാറ്റിക്കായി ഒരു പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ അതിൻ്റെ ആദ്യ പടി എന്ന നിലക്ക് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ ഒരു ചെറിയ റോഡ് ഷോയിലൂടെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് അറിയിച്ചപ്പോൾ മിനിഞ്ഞാന്ന് ഈ ചേലക്കര കണ്ടത്, ചേലക്കര ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള ഏറ്റവും വലിയൊരു സ്വീകരണമായിരുന്നു എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥലത്തും ഒരു സ്ഥാനാർത്ഥിക്കും നൽകാത്ത വലിയ ഒരു പിന്തുണയോട് കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആയിരക്കണക്കിന് തടിച്ചുകൂടി ഈ ചേലക്കര ടൗണിന് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് എതിരാളികൾക്ക് ആ 2 ദിവസം മുമ്പ് പറഞ്ഞ എതിരാളികളൊക്കെ ഇപ്പൊ മാറ്റി പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖ്യാതിഥിയായിരുന്നു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, E വേണുഗോപാല മേനോൻ, DCC ഭാരവാഹികളായ TM കൃഷ്ണൻ, TS രാമദാസ്, ജോണി മണിച്ചിറ, P സുലൈമാൻ, BM മനീഷ്, TA രാധാകൃഷ്ണൻ, CP ഗോവിന്ദൻകുട്ടി, K നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. കൂടാതെ മുസ്ലിം ലീഗ് നേതാക്കളായ MP കുഞ്ഞിക്കോയ തങ്ങൾ, PK ഷാവുൽ ഹമീദ്, PA അബ്ദുൽ കരീം, TK സൈദലവി, EH യൂസഫ്, PA മുസ്തഫ, KA അഫ്സൽ, PI ഷാനവാസ് എന്നിവരും സംസാരിച്ചു. ഗോപാലകൃഷ്ണൻ, PP പ്രസാദ്, RSP ജില്ലാ സെക്രട്ടറി പ്രസാദ്, ജോൺ ആടുപാറ, ബഷീർ ഫൈസി ദേശമംഗലം, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, ഷാജി തോമസ് തുടങ്ങിയവർ കൺവെൻഷന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. CCV ന്യൂസ്, ചേലക്കര.